കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വൈറോളജി ലാബിന്റെ നിർമ്മാണം 4 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ. കഴിഞ്ഞ 6 കൊല്ലമായി ലാബിന്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിലായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നും കഴിഞ്ഞ 1.5 കൊല്ലമായി നോഡൽ ഓഫീസർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നും ഡോക്ടർ സജിത് കുമാർ 24 പറഞ്ഞു. ഇത് ICMR 2 ഡിവിഷൻ ഉണ്ട്. അവരാണിത് നോക്കുന്നത്. സെൻട്രൽ PWDയും പിന്നെ ICMRൻ്റെ ആണ്. അവരുടെ വെച്ചിട്ട് നമ്മുടെ എക്യുപ്മെൻറ്റ്സും. അപ്പോൾ അതിൽ നമ്മൾക്ക് അവരെ നോഡൽ ഓഫീസർ ഉണ്ട്. അപ്പോൾ ഇടയിൽ അവരെ നോഡൽ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നില്ല 1.5 വർഷത്തോളം. അതായിരുന്നു പ്രധാന കാരണം. അത് നമ്മുടെ ലെവലിലെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബിൽഡിംഗ് കഴിഞ്ഞു. ഇനി അതിൽ എക്യുപ്മെൻറ്റ്സ് കുറേ വന്നു. ഇനി കുറച്ചുകൂടി വരാനുണ്ട്. ഒരു 3-4 മാസം മുന്നേ നമ്മുടെ ICMR പൂനെയിലോട്ട് ഡോക്ടർ അനിതയുടെ നേതൃത്വത്തിൽ പോയിരുന്നു. അതേപോലെ നമ്മൾ NAV ആലപ്പിയിലും പോയിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു മോഡിഫിക്കേഷൻസ് ഒക്കെ അതിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു 3-4 മാസം കൊണ്ട് റെഡിയാവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ടെക്നിക്കലി ഈ ICMRൻ്റെ ടീമാണ് നമുക്കത് ചെയ്തു തരേണ്ടത്. അതായത് സെൻട്രൽ PWD, നമ്മുടെ സ്റ്റേറ്റ് PWD അല്ല വർക്ക്. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുകയാണ് പ്രൈം ടൈമിൽ. നിഖിൽ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് ഈവനിങ്. മലബാറിന്റെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വൈറോളജി ലാബ് 4 മാസത്തിനകം അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായി പൂർത്തിയാകുമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ അതൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 6 വർഷം മുൻപ് ഇപ്പോൾ ആദ്യമായി സ്ഥിരീകരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ലാബ് അത് കോഴിക്കോട് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഈ ഫലങ്ങളടക്കം ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടതും ഇതിൻ്റെ പ്രവൃത്തികൾ ആ ഘട്ടത്തിൽ ആരംഭിച്ചതും 6 വർഷമായി. പക്ഷേ ഈ ലാബിൻ്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ICMR ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ലാബ് നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം. എന്നാൽ 1.5 വർഷമായി ഈ പദ്ധതിക്ക് ഒരു നോഡൽ ഓഫീസർ ഇല്ലാത്തത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രത്തോളം ഈ പ്രവൃത്തി ലാബിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് ഇത്ര വൈകാൻ കാരണം ഒരു നോഡൽ ഓഫീസറുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടാണ് എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഇനി അധികം വൈകില്ല. 4 മാസത്തിനകം കോഴിക്കോട് സ്വന്തമായി നമുക്കൊരു വൈറോളജി ലാബ് ഉണ്ടാകും. കൂടുതൽ സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ടാകും. നിപ്പ സ്ഥിരീകരിച്ച ഘട്ടത്തിലടക്കം നമുക്ക് ഈ ഫലങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതിന് വലിയ പ്രതിസന്ധി അടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു പരിധി വരെയെങ്കിലും കുറയ്ക്കാൻ ഈ വൈറോളജി ലാബ് കോഴിക്കോട് സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. അത് ആരോഗ്യ കേരളത്തിന് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.